ബീഹാർ പിടിക്കാൻ ഇന്ത്യ സഖ്യം ആഞ്ഞു ശ്രമിക്കുമ്പോൾ കോൺഗ്രസിനെ നയിക്കാൻ രാഹുൽ ഗാന്ധി എത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ഇനി വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എന്നിട്ടും രാഹുൽ ഗാന്ധി കാണാമറയത്ത് തുടരുകയാണ്. വോട്ട് ചോരി യാത്രയിലൂടെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകാര്യത ബീഹാറിൽ ലഭിച്ചതാണ്. ഇതിന് പിന്നാലെ രാഹുൽ ഗാന്ധി വീണ്ടും എത്തി തെരഞ്ഞെടുപ്പിൽ ശക്തമായ സ്വാധീനമാക്കും എന്നായിരുന്നു കോൺഗ്രസും ഇന്ത്യ സഖ്യം പ്രതീക്ഷിച്ചത്. പക്ഷേ രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് നമ്മൾ അറിയുന്നത്. രാഹുൽ എവിടെ എന്ന ചോദ്യം ബീഹാറിൽ ഉയരുമ്പോൾ കോൺഗ്രസിന് മറുപടിയില്ല. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ചൂടേറുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും RJD നേതാവ് തേജസ്വി യാദവും പര്യടനത്തിൽ പൊടിപൊടിക്കുകയാണ്. അപ്പോഴാണ് രാഹുലിന്റെ അഭാവം ചർച്ചയാകുന്നത്. 16 ദിവസം നീണ്ടുനിന്ന വോട്ട് അധികാർ യാത്രയിലൂടെ ബീഹാറിന്റെ രാഷ്ട്രീയ തലങ്ങൾ ഇളക്കിമറിച്ച രാഹുൽ ഗാന്ധി ഇപ്പോൾ രാഷ്ട്രീയ വേദികളിൽ നിന്നും അപ്രത്യക്ഷനായിരിക്കുന്നു. സെപ്റ്റംബർ 1 പട്നയിലെ ഗാന്ധി മൈതാനത്ത് വോട്ട് അധികാർ യാത്രയുടെ സമാപന ചടങ്ങിലായിരുന്നു രാഹുലിന്റെ ബീഹാറിലെ അവസാനത്തെ പൊതുപരിപാടി. 25 ജില്ലകളിലൂടെയും 110 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും 1300 കിലോമീറ്റർ സഞ്ചരിച്ച യാത്രയിലൂടെ കോൺഗ്രസിന്റെ പ്രവർത്തനശേഷിയെ പുതുക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം അത് വിലയിരുത്തിയത്. അതിനുശേഷം രാഹുലിനെ കാണാതായിരിക്കുകയാണ്. 29 ദിവസം പിന്നിട്ടിരിക്കുകയാണ് രാഹുൽ ബീഹാറിലെത്തിയിട്ട്. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തേജസ്വി യാദവിനെ പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനത്തിന്റെ ബാനറിലും രാഹുലിന്റെ ചിത്രം കാണാനേയില്ല. പട്ന റാലിയിലേക്ക് ശേഷം പൊതുസ്ഥലങ്ങളിൽ രാഹുലിനെ വെറും 5 തവണ മാത്രമാണ് കണ്ടത്. ഇതൊന്നും ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടില്ല. സെപ്റ്റംബർ 5 അവസാനം ഗുരുഗ്രാമിലെ ഒരു പിസ്സ ഔട്ട്ലെറ്റിലും പിന്നീട് കൊളംബിയയിലും ചിലിയിലുമായിട്ടുള്ള സർവകലാശാല പ്രഭാഷണങ്ങളിലും ഒക്ടോബർ 17 അസമിലെ ഗായകൻ സുബീർ ഗർഗിന്റെ ഗ്രാമ സന്ദർശനത്തിലും ഒക്ടോബർ 20 ഡൽഹിയിലെ മധുര കടയിലുമാണ് അവസാനമായി കണ്ടത്. ബീഹാർ പ്രതിപക്ഷ നേതാവും മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവിനൊപ്പം വോട്ട് അധികാർ യാത്രയിൽ പങ്കെടുത്തതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി പ്രചാരണ രംഗത്ത് നിന്നും അപ്രത്യക്ഷനായി മാറിയത്. 16 ദിവസമായി നീണ്ടുനിന്ന യാത്ര ബീഹാറിലെ 25 ജില്ലകളിലൂടെയും 110 നിയമസഭാ മണ്ഡലങ്ങളുടെയും 1300 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച വൻ ജനപിന്തുണ നേടിയെങ്കിലും അതിനുശേഷം രാഹുലിന്റെ സാന്നിധ്യം ബീഹാറിൽ കാണാനായിട്ടില്ല എന്നത് വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തേജസ്വിയുടെ റോഡ് ഷോകളും ഇടയിൽ രാഹുലിന്റെ അഭാവം ശ്രദ്ധേയമാകുന്നു. കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്ന അനുസരിച്ച് ഛഠ് ഉത്സവം കഴിഞ്ഞ് രാഹുൽ ഗാന്ധി പ്രചാരണത്തിന് തിരിച്ചെത്തും എന്നാണ്. ഒക്ടോബർ 29, 30 തീയതികളിൽ ബീഹാറിലെ രാഹുലിന്റെ റാലികൾ നടക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അറിയിച്ചത്. മുസാഫർപൂരിലും ദർഭംഗയിലും തേജസ്വിയുമായ സംയുക്ത റാലിയിലും ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. അതായത് നവംബർ 6 നടക്കുന്ന 1ാം ഘട്ട വോട്ടെടുപ്പിന് ഒരാഴ്ച മുൻപാണ് രാഹുലിന്റെ പ്രചാരണം ബീഹാറിൽ നടക്കുക എന്ന് ചുരുക്കി പറയാം. ബീഹാർ എന്നത് ഇന്ത്യ സഖ്യത്തിന്റെ പരീക്ഷണശാല കൂടിയാണ്. ഇവിടെ വിജയിച്ചുവെങ്കിൽ മാത്രമേ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ ക്ലച്ച് പിടിക്കാൻ സാധിക്കൂ എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ബീഹാറിലെ വോട്ടർമാരിൽ സ്ത്രീകൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശക്തി യുവാക്കളാണ്. അവരിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അഭാവം കോൺഗ്രസിന് തിരിച്ചടിയാകുമോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. 243 സീറ്റുള്ള ബീഹാറിൽ 61 കോൺഗ്രസ് മത്സരിക്കുന്നത്. സഖ്യത്തിന്റെ ഭാഗമായ RJD ആണ് 143 സീറ്റിലും മത്സരിക്കുന്നത്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJD ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ മാറിയിരുന്നെങ്കിലും 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 19 മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. ഇക്കുറി കുറഞ്ഞത് 30 സീറ്റിലെങ്കിലും വിജയിക്കാൻ സാധിക്കാതെ വന്നാൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ ബീഹാറിൽ തീരുമാനമാകുമെന്ന് മാത്രമാണ് ഒരു മുന്നറിയിപ്പ് കൊടുക്കാനുള്ളത്. അതേസമയം ബീഹാറിൽ ജയിച്ചേ അടങ്ങൂ എന്ന വാശിയിൽ സോണിയാഗാന്ധി അപ്പുറത്തുണ്ട് എന്ന് കൂടി നമ്മൾ രാഹുലിന്റെ അഭാവത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നേരിട്ട് 40 പേരെ താരപ്രചാരകരായിട്ടാണ് സോണിയാഗാന്ധി ഇറക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ കരുത്ത് കൂട്ടാൻ തന്നെയാണ് സോണിയ ഈ 40 പേരെ ഇറക്കുന്നതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കനയ്യകുമാർ, സ്വതന്ത്ര MP പപ്പു യാദവ് എന്നിവരടങ്ങുന്നതാണ് ലിസ്റ്റ്. കൂടാതെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരെ KC വേണുഗോപാലും ഭൂപേഷ് ബാങ്കൽ, സച്ചിൻ പൈലറ്റ്, രൺദീപ് സുർജിവാല, സയ്യിദ് നസീർ ഹുസൈൻ, മുതിർന്ന നേതാക്കളായ അശോക് ഗെഹ്ലോട്ട്, താരിഫ് അൻവർ, ഗൗരവ് ഗഗോയ്, മുഹമ്മദ് ജാവേദ്, അഖിലേഷ് പ്രസാദ് സിംഗ് തുടങ്ങിയവരും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മകനില്ലെങ്കിലും അമ്മ കാര്യങ്ങൾ കൃത്യമായി നീക്കുന്നുണ്ട് എന്ന് കൂടി ഈ അവസരത്തിൽ പറയുന്നു.